Hi, question number 7. Read the question. A Carnot engine E is working between two temperatures 473K and 273K. Carnot engine ആണ്. Carnot engine directly syllabus involve ചെയ്യാത്തൊരു ഭാഗമാണ് അല്ലേ? Okay. In a new system, two engines. Engine E1 works between 473K and 373K, and engine 2 works between 373K to 273K. Okay. Ready? Eta 1, 2, eta 1 and eta 2 are coefficients of the engine E1 and E2 respectively. Then അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് എഫിഷ്യൻസി കണ്ടെത്തിയാൽ മാത്രം മതി. കാരണം എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി ഈക്വൽ ടു 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി 1, 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 273 ഡിവൈഡഡ് ബൈ 473. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ തന്നെയാണ് കാര്യങ്ങൾ തന്നിട്ടുള്ളത് അല്ലേ? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ 473 മൈനസ് 273, അപ്പോൾ നമുക്ക് 200 ഡിവൈഡഡ് ബൈ 473 എന്ന് കിട്ടും. 200 ഡിവൈഡഡ് ബൈ ഓക്കെ. നൗ ഈറ്റ 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് 373 ഡിവൈഡഡ് ബൈ 473. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 473. നൗ eta 2 that is equal to 1 minus 273 divided by, oh here it is not 473, yeah 473 nanale 373, okay yeah ivade 373 ശരിയല്ലേ? നോക്കൂ, ഇവിടെ 373 473 373 473, ഇവിടെ 273 373, yeah that is equal to 100 divided by 373. 100 divided by 373. ഇനി ഇത് ജസ്റ്റ് കമ്പയർ ചെയ്യാനല്ലേ ഓപ്ഷൻ. പ്രോഡക്റ്റ് ഓപ്ഷൻ 2 എന്തായാലും അല്ലല്ലോ, കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. റെഡി അല്ല. രണ്ടും കൂടെ ആഡ് ചെയ്താൽ കൃത്യമായിട്ട് അത് കിട്ടുന്നുണ്ടോ? 273യും ഇത് 200 by 473 is greater than or equal to, exactly ഇത് കറക്റ്റ് അല്ല. നോക്കൂ, നൗ eta 1 plus eta 2 is less than or equal to this one, less than or equal to eta 1 plus eta 2, no, the only possible option is option 1. ഇനി അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി അത് നോക്കൂ, ചെക്ക് ചെയ്ത് നോക്കൂ. eta 1ഉം eta 2 ഒന്ന് ആഡ് ചെയ്തോളൂ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ eta 1 2നേക്കാളും എന്താണ്? കൂടുതലാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗ്രേറ്റർ. കാരണം ഇത് 373 100 ഔട്ട് ഓഫ് 373 ആണ്. ഇത് 100 ഔട്ട് ഓഫ് 473 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നോക്കൂ, ഇത് 473 ആണെങ്കിൽ ഇവിടെ 100 ഡിവൈഡഡ് ബൈ 473 എന്ന് പറയുന്നതിനേക്കാൾ വലുതാണല്ലോ ഈ ക്വാണ്ടിറ്റി. ഇത് 100 by 373 ആണ്. ഇത് 100 by 473 ആണെങ്കിലാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇതിന് ഈക്വൽ ആവുക. അപ്പോൾ ഇത് അതിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഇതെന്തായാലും ഗ്രേറ്റർ ആണെന്നുള്ള കാര്യം കൺഫേം ആണ്. യെസ്, ഓക്കെ. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിലേക്ക് പറഞ്ഞാണ്. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ഇതിൻ്റെ ഡെസിമലിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ.